എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ഇളം കരിക്കിൻ്റെ മാധുര്യം. ഗുരുദേവൻ ഉത്തര കേരളത്തിൽ സഞ്ചരിക്കുന്ന കാലം. സ്വാമികൾ തലശ്ശേരിക്കടുത്തുള്ള പാലയാട് എന്ന സ്ഥലത്തെത്തി. ഗുരുവിൻ്റെ നിരവധി ആരാധകരുള്ള ഒരു പ്രദേശമായിരുന്നു അത്. പൊരി വെയിലത്തായിരുന്നു ഗുരുദേവൻ്റെ യാത്ര. കുറെ നടന്നപ്പോൾ നല്ല ദാഹം തോന്നി. സ്വാമികളെ കാണാൻ ഇടവഴികളിലും വേലിപ്പടർപ്പുകൾക്കരികിലും ധാരാളം ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരു കൊച്ചു വീടിൻ്റെ മുറ്റത്തു നിന്നും ഒരു വിളി കേട്ടു. ഗുരുദേവ, അല്പം വിശ്രമിച്ചിട്ട് പോകാം, ഇതെൻ്റെ വീടാണ്. ഗുരുദേവൻ തല ഉയർത്തി നോക്കി. അത് കുളിക്കോരൻ എന്നൊരു സ്വാമി ഭക്തനായിരുന്നു. ആ, ഇത് കോരൻ്റെ വീടാണല്ലേ, ഇവിടെ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഗുരുദേവൻ നിറഞ്ഞ സന്തോഷത്തോടെ കുളിക്കോരൻ്റെ കൊച്ചു വളപ്പിലേക്ക് കടന്നു. പെട്ടെന്ന് മുറ്റത്ത് നിന്ന പുതുതായി കുലച്ച തെങ്ങിൽ നിന്നും ഒരു ഇളം കരിക്ക് അടർന്നു താഴെ വീണു. കുളിക്കോരൻ ഇറയത്ത് പുല്ലുപായ വിരിച്ച് ഗുരുദേവനെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ആ കരിക്കെടുത്ത് ഭംഗിയായി ചെത്തി സ്വാമികൾക്കു നേർക്കു നീട്ടി. ഈ തെങ്ങും തൈയിൽ ആദ്യമായുണ്ടായ കരിക്കാണ്. ഗുരുദേവൻ കുടിച്ചാലും. ഗുരുദേവൻ കോരൻ്റെ കയ്യിൽ നിന്നും ആ കരിക്ക് വാങ്ങി ദാഹം തീരെ കുടിച്ചു. അത് കണ്ട് കോരൻ്റെ മുഖം പ്രസാദാത്മകമായി. എന്താ കോര, ഇപ്പോൾ നിനക്കും കുടുംബത്തിനും സന്തോഷമായില്ലേ? നീ വിചാരിച്ചത് അതേപടി നടന്നു അല്ലേ? ഈ ഇളം കരിക്കിന് ഇരട്ടി മധുരമുണ്ട്. ഗുരുദേവൻ നിറഞ്ഞ ഒരു ചിരി ചിരിച്ചു. കോരൻ്റെയും കുടുംബാംഗങ്ങളുടെയും കണ്ണിൽ നിന്നും സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. എന്താ കാര്യമെന്നോ? മുറ്റത്തെ തൈത്തെങ്ങ് കുലയ്ക്കുമ്പോൾ അതിലുണ്ടാകുന്ന ആദ്യത്തെ കരിക്ക് ഗുരുദേവന് സമ്മാനിക്കണമെന്ന് കോരനും കുടുംബവും നേരത്തെ തന്നെ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം അത് സഫലമായി. നന്ദി, നമസ്കാരം.